പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഉയരുന്നത് അഭൂതപൂർവമായ ഒരു രാഷ്ട്രീയ ഏകോപനത്തിന്റെ കഥയാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും പാർട്ടിയുടെ യുവരക്തം അഭിഷേക് ബാനർജിയും ഇന്ന് വെറുമൊരു അത്തയും അനന്തരവനുമല്ല, മറിച്ച് ബംഗാളിനെ ചലിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ഇരട്ട എഞ്ചിനുകളാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇരുവരും തമ്മിലുള്ള കൃത്യമായ സമന്വയം തൃണമൂലിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയ അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുന്നു. ബി.ജെ.പിയുടെ മൂർച്ചയേറിയ രാഷ്ട്രീയ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇരുതല മൂർച്ചയുള്ള തന്ത്രം തൃണമൂലിനെ സഹായിക്കുമോ? ബംഗാൾ രാഷ്ട്രീയം എപ്പോഴും ശ്രദ്ധാകേന്ദ്രമാണ്. ഇടതുഭരണകാലത്ത് മമത നയിച്ച പോരാട്ട വീര്യം ഇന്നും ബംഗാളിന്റെ ഓർമ്മയിലുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. സമീപകാല ദശകങ്ങളിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ വെല്ലുവിളിയാണ് ബി.ജെ.പി ഉയർത്തുന്നത്. ജനാധിപത്യ മാനദണ്ഡങ്ങൾ തകർന്നുവെന്ന ബി.ജെ.പിയുടെ ആരോപണങ്ങൾക്കിടയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സ്ഥാപനങ്ങളുടെ സജീവമായ ഇടപെടൽ ഈ പോരാട്ടത്തെ കൂടുതൽ സജീവമാക്കുന്നു. ഈ ഘട്ടത്തിലാണ് മമതയും അഭിഷേകും തങ്ങളുടെ ഭിന്നതകൾ മറന്ന് ഒന്നിച്ചത്. പഴയ തലമുറയുടെ അനുഭവ സമ്പത്തും പുതിയ തലമുറയുടെ ആവേശവും സംയോജിപ്പിച്ചുകൊണ്ട് തുടർച്ചയും മാറ്റവും എന്ന പുതിയ ഫോർമുലയാണ് തൃണമൂൽ ഇപ്പോൾ പരീക്ഷിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് തന്ത്രത്തിന് പിന്നിൽ കൃത്യമായ കൂട്ടിക്കിഴിക്കലുകളുണ്ട്. പരമാവധി വോട്ടർമാരിലേക്ക് എത്താനായി ഇരുവരും ബംഗാളിനെ രണ്ടായി വിഭജിച്ചാണ് പ്രചരണം. മമത വടക്കൻ ബംഗാളിലെ മലനിരകളിലും സമതലങ്ങളിലും തമ്പടിക്കുമ്പോൾ അഭിഷേക് തെക്കൻ ബംഗാളിൽ, പ്രത്യേകിച്ച് തന്റെ മണ്ഡലമായ ഡയമണ്ട് ഹാർബറിലും പരിസരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രചാരണ സന്ദേശങ്ങളിലും ഈ വിഭജനമുണ്ട്. അഭിഷേക് സംസാരിക്കുന്നത് തൊഴിൽ, വ്യവസായം, പുതിയ ബംഗാൾ എന്നീ യുവജന കേന്ദ്രീകൃത വിഷയങ്ങളെക്കുറിച്ചാണ്. എന്നാൽ മമതയുടെ ഊന്നൽ ക്ഷേമ പദ്ധതികളിലും ബി.ജെ.പിക്കെതിരായ നേരിട്ടുള്ള രാഷ്ട്രീയ ആക്രമണങ്ങളിലുമാണ്. വ്യത്യസ്ത ശൈലികളിലാണെങ്കിലും ലക്ഷ്യം ഒന്നാണ്: ബി.ജെ.പിയുടെ മുന്നേറ്റം തടയുക. ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ഹൃദയമായ നന്ദിഗ്രാം ഇന്നും ഒരു കനലായി അവശേഷിക്കുന്നു. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇക്കുറി ഇറങ്ങിയിരിക്കുന്നത് അഭിഷേക് ബാനർജിയാണ്. സുവേന്ദു അധികാരിയെ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പഴയ അനുയായിയെ തന്നെ ടി.എം.സി സ്ഥാനാർത്ഥിയാക്കി നിർത്തി അഭിഷേക് അവിടെ പോരാട്ടം തുടരുന്നു. മമത ഇതുവരെ നന്ദിഗ്രാമിൽ എത്തിയിട്ടില്ലെങ്കിലും അണിയറയിലെ പ്രവർത്തനങ്ങൾ അഭിഷേക് നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. സുവേന്ദുവിനെ വീഴ്ത്തുക എന്നത് തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സീറ്റല്ല, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. പത്തർ പ്രതിമയിലെ വലിയ റാലിയിൽ അഭിഷേക് സംസാരിച്ചത് ലക്ഷ്മർ ഭണ്ഡാർ, സ്വാസ്ഥ്യ സതി തുടങ്ങിയ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ കണക്കുകൾ നിരത്തിയും 5 വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചുമാണ്. അതേസമയം വടക്കൻ ബംഗാളിലെ ഡൂവാർസിൽ ആദിവാസി നർത്തകർക്കൊപ്പം ചുവടുവെച്ച മമത ജനങ്ങളുമായി വൈകാരികവും സാംസ്കാരികവുമായ ഒരു ബന്ധമാണ് സ്ഥാപിച്ചത്. ജാതി രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുമ്പോഴും ഗ്രാമീണ സ്ത്രീകളുടെയും OBC മുസ്ലിം വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന മമതയുടെ ശൈലി തൃണമൂലിന്റെ വോട്ട് ബാങ്കിനെ ഉറപ്പിച്ചു നിർത്തുന്നു. ഡാറ്റയും വൈകാരികതയും ഇവിടെ പരസ്പര പൂരകങ്ങളായാണ് മാറുന്നത്. കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞുവെച്ചുവെന്ന ആരോപണവും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള പരാതികളും ഉയർത്തി ബി.ജെ.പിക്കെതിരെ ഒരുമിച്ച് ശബ്ദമുയർത്തുകയാണ് ഈ അത്തയും അനന്തരവനും. ഒരാൾ നയങ്ങളിലും വികസന രേഖകളിലും ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരാൾ ജനഹൃദയങ്ങളിലെ വികാരം തൊട്ടറിയുന്നു. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ഭാഗതയും നിർണ്ണയിക്കാൻ ഈ ഏകോപിത തന്ത്രത്തിന് കഴിയുമോ എന്നതാണ് പശ്ചിമ ബംഗാൾ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. മമതയുടെ അനുഭവവും അഭിഷേകിന്റെ വേഗതയും ചേരുമ്പോൾ ബി.ജെ.പിയുടെ തന്ത്രങ്ങൾ തകരുമോ എന്നതാണ് ഏവരും ശ്രദ്ധിക്കുന്നത്. ബംഗാൾ എങ്ങോട്ട് ചായുമെന്നറിയാൻ വോട്ടെണ്ണൽ ദിനം വരെ ഇനി കാത്തിരിക്കണം.